കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ ദുഃഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ ദുഃഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിന് സ്നേഹം നിറഞ്ഞവരെ, ഒരുപക്ഷെ ഒരു ദിവസങ്ങളിലെ ഓരോ വചനവായകളും നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഒരു തുടർക്കഥ പോലെയാണ് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുക. ഒരുപക്ഷെ ഒരു ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ട ഒട്ടുമിക്ക വായനകളും നമ്മളെ പ്രതിപാദിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ഓർക്കേണ്ടത് വിശ്വാസത്തെ പറ്റിയിട്ടാണ്. എന്നാലും നമുക്കറിയാം, വിശ്വാസത്തെ പറ്റി കേൾക്കുമ്പോൾ ഒരു ശിശു സഹജമായൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓർക്കുക, വിശ്വാസം എന്നത് എപ്പോഴും ഒരു ആശ്രയത്വമാണ്. ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് പോകുന്നു, അത്തരത്തിൽ ആഴത്തിൽ നമ്മൾ ഓരോ നിമിഷവും ദൈവത്തിൽ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ എപ്പോഴും തമ്പുരാനെ കയ്യിൽ ചേർത്ത് പിടിച്ച് നമ്മൾ നീങ്ങുന്നു എന്നുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഒരു സുവിശേഷം കടന്നു വരുമ്പോഴും ഒരു തുടർക്കഥ എന്നോണം പറഞ്ഞു വയ്ക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ആ ഒരു നഗരങ്ങളെപ്പറ്റി തമ്പുരാനെ പറഞ്ഞു വരുമ്പോൾ അവരിൽ നിന്ന് പ്രതീക്ഷിച്ച പല കാര്യങ്ങളും അവരിൽ നിന്ന് വരാതെ വരുന്നപ്പോൾ അവർക്ക് ദുരിതം എന്ന് തമ്പുരാൻ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നിന്ന് തമ്പുരാനെ പ്രതീക്ഷിക്കുന്നത് പലതുമുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ജീവിത വ്യവസ്ഥകളെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇപ്പോഴും ഓർക്കുക, ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത രീതിയിൽ ജീവിക്കേണ്ടതുണ്ട് എന്ന് തമ്പുരാൻ നമ്മൾ ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ജീവിതത്തെ എപ്പോഴും തമ്പുരാൻ്റെ മുമ്പിൽ അവിടുത്തെ ഒരു അനുവർത്തനം എന്ന രീതിയിൽ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. കാരണം ഓരോ നിമിഷവും ക്രിസ്തുവിനെ അനുകരിച്ച് മുന്നേണ്ടവരാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക. നമ്മുടെ എപ്പോഴും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിളിയും എന്ന് പറയുന്നത് മറ്റൊരു ക്രിസ്തുവായിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് മാറുക. നമുക്കറിയാം, ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ വ്യവസ്ഥകളിലായിരിക്കുമ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിലും ജീവിത വ്യവസ്ഥകളിലായിരിക്കുമ്പോഴും എപ്പോഴും ഓർക്കേണ്ടതും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ വിളി എന്ന് പറയുന്നതും മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുക എന്നതാണ്. തമ്പുരാൻ പറയുന്നുണ്ട്, എന്നിൽ നിന്ന് പഠിക്കുവനെന്ന്. ഓരോ നിമിഷവും ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ ക്രിസ്തുവിൽ നിന്നാണ് പഠിച്ചതെന്ന് എപ്പോഴും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ തിരിച്ചറിയിക്കേണ്ടത് അവർ നമ്മിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിച്ചിട്ട് ആ ഒരു സ്വീകരണം പലപ്പോഴും നമ്മളോട് പറയുമ്പോഴാണ്. ഓരോ നിമിഷവും ഓർക്കുക, ഞാൻ എന്താണ് ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്, അല്ലെങ്കിൽ ഞാനൊരു മറ്റൊരു ക്രിസ്തുവായിട്ട് എൻ്റെ ജീവിതം കൊണ്ടും ഞാനായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും മാറുന്നുണ്ടോ എന്നത് ഒരു ചെക്ക് പോയിൻ്റാണ്. ഓരോ നിമിഷവും തിരിച്ചറിയേണ്ടതും അതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വ്യത്യസ്തമായിട്ട് നിന്നോ, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ഏത് സാഹചര്യത്തിലും ഞാൻ അവന് വേണ്ടി സാക്ഷ്യം കൊടുത്തോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു പക്ഷേ സുവിശേഷം വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, ഞാൻ വിനീത ഹൃദയനും. ആ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശിശുസഹജമായ വിശ്വാസത്തിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ആ ഒരു ആശ്രയത്തിൽ നമ്മൾ ഓരോരുത്തരും നിലനിന്നുകൊണ്ട് തമ്പുരാനിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. പലപ്പോഴും നമുക്കറിയാം, വിശ്വാസ ജീവിതത്തിൽ ഒരു വെല്ലുവിളി കടന്നു വരുമ്പോൾ, ഒരു പതർച്ച കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ പരാതികൾ ഉയർത്തുകയാണ് പറഞ്ഞത്. പക്ഷേ എപ്പോഴും ഓർക്കുക, തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും അവിടത്തേക്ക് അല്ലെങ്കിൽ അവിടുത്തെ ചാരേക്ക് ഓടി എടുത്താനാണ്. ആ ഒരു ആശ്രയത്വം എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഓരോ നിമിഷവും ഓർക്കുക, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുക. പലപ്പോഴും നമുക്കറിയാം, ഒരു മോടിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവ സമ്പത്തുകളും നമ്മുടെ പഠിപ്പും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഓരോ കാര്യങ്ങളുണ്ടാകും. പക്ഷേ അതിലുപരി ഓരോ നിമിഷവും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ തീരുമാനിക്കുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും പലപ്പോഴും നമ്മുടെ ബുദ്ധിയെ നമ്മൾ ആശ്രയിക്കുക പതിവാണ്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ഓർക്കുക, എൻ്റെ ബുദ്ധിമണ്ഡലത്തിനപ്പുറത്തോട്ട് തമ്പുരാനെ കൈപിടിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ആശ്രയത്വം, ആ ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ലഭിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.